നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ പുതിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന മാസങ്ങൾ പിന്നിടുമ്പോഴും പാകിസ്ഥാൻ ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഇപ്പോഴും മുട്ടിടിക്കും. കാരണം അതിനുശേഷം ആയുധമെടുത്തുകൊണ്ടുള്ള ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും വെള്ളത്തിൽ പാകിസ്ഥാന് കിട്ടുന്നത് മുട്ടൻ പണി തന്നെയാണ്. ഏതായാലും ഇനിയിപ്പോൾ വേനൽ അവധിയാണ്. കേരളത്തിലടക്കം വേനൽ മാസം അടുക്കുകയാണ്. കനത്ത ചൂട് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. പലയിടത്തും വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാകാൻ പോകുന്ന മാസങ്ങളാണ്. ഈ ഒരു സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യ ജലതർക്കം ഈ വേനൽക്കാലത്തോടെ രൂക്ഷമായേക്കുമെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിലേക്ക് ഒഴുക്കിവിടുന്ന ജലത്തിൻ്റെ അളവ് കുറയ്ക്കാനാണ് ഇന്ത്യയുടെ പുതിയ നീക്കം. സിന്ധു നദീജല ഉടമ്പടി തന്നെ മരവിപ്പിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ രവി നദിയിൽ നിന്നുള്ള വെള്ളവും ഇന്ത്യ തടഞ്ഞേക്കുമെന്നാണ് സൂചനകൾ. അതായത് ഇനി പാകിസ്ഥാന് തൊണ്ട നനയ്ക്കാനുള്ള വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇനി കാര്യങ്ങൾ ചെന്നെത്താൻ പോകുന്നു എന്ന് സൂചനകൾ. മാർച്ച് അവസാനത്തോടെ, ഇതിപ്പോൾ ഫെബ്രുവരി പകുതിയായി, ഇനി മാർച്ച് 1.5 മാസത്തോടെ ഷാഹ്പൂർ കന്തി ബാരേജ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇന്ത്യക്ക് ആവശ്യത്തിനുള്ള സംഭരണ ശേഷി ലഭിക്കും. ഇതോടെ പാകിസ്ഥാനിലേക്ക് ഒഴുക്കിവിടുന്ന അധിക ജലം ഇന്ത്യ നിലനിർത്തും. ജമ്മു കാശ്മീർ മന്ത്രി ജാവേദ് അഹമ്മദ് റാണയാണ് ഈ വിവരം അറിയിച്ചത്. പാകിസ്ഥാനിലേക്ക് അധിക ജലം ഒഴുക്കുന്ന സാഹചര്യം നിർത്തണമെന്നും അതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും അദ്ദേഹം പറയുന്നു. വരൾച്ച മേഖലകളായ കത്വ, സാംബ ജില്ലകളിലേക്കായിരുന്നു വെള്ളം നൽകിയിരുന്നത്. ഒഴുക്ക് തടയുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതം എന്തെന്ന ചോദ്യത്തിന് പാകിസ്ഥാന്റെ കാര്യം എന്തിനെ അന്വേഷിക്കുന്നുവെന്നും അവരുടെ പ്രശ്നങ്ങൾ അവർ തീർക്കട്ടെ എന്നുമായിരുന്നു റാണയുടെ മറുപടി. തീർച്ചയായിട്ടും അവിടെ എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഇവിടെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ജനങ്ങളെ തേടിപ്പിടിച്ച് മതം ചോദിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയതൊന്നും തന്നെ നമ്മൾ ഒരു കാലത്തും മറക്കാൻ പോകുന്നില്ല. 1960 ഉടമ്പടി അനുസരിച്ച് സത്ലജ്, ബിയാസ്, രവി ഉൾപ്പെടുന്ന കിഴക്കൻ നദികളിലെ അവകാശം ഇന്ത്യക്കാണ്. സിന്ധു, ജലം, ചെനാബ് എന്നീ നദികളിലെ ജലമാണ് പാകിസ്ഥാന് അവകാശപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സംഭരണ ശേഷിയുടെ അഭാവത്താലാണ് രവിയിലെ വെള്ളം ഇതുവരെ ആ രാജ്യത്തിന് നൽകിയിരുന്നത്. ഇനി സാഹചര്യം തീർത്തും മാറും. പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ ഉൾപ്പെടെ മോശ രീതിയിൽ ഈ നടപടി ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ലാഹോർ, മുൽത്താൻ പോലുള്ള പ്രധാന നഗരങ്ങളിലെ കുടിവെള്ള ലഭ്യതയെയും ഇത് ബാധിച്ചേക്കും. 1979 ഷാഹ്പൂർ കന്തി പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 46 വർഷങ്ങൾക്ക് ശേഷമാണ് പദ്ധതി പ്രാവർത്തികമാക്കാൻ പോകുന്നത്. 1982 ഇന്ദിരാഗാന്ധി ശിലയിടൽ നടത്തിയെങ്കിലും പിന്നാലെ രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ പദ്ധതി നിലച്ചിരുന്നു. 2013 വീണ്ടും നിർമ്മാണം ആരംഭിച്ചെങ്കിലും 2014 പഞ്ചാബ് ജമ്മു കാശ്മീർ തർക്കം മൂലം വീണ്ടും ഇത് തടസ്സപ്പെട്ടു. 2018 കേന്ദ്രം ഈ പദ്ധതിക്കായി 485 കോടി അനുവദിച്ചു. തുടർന്നാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത്. അതേസമയം ഇന്ത്യയുടെ നീക്കത്തിനെതിരെ ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ഹേഗിലെ മധ്യസ്ഥ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുക്കില്ലെന്നത് തന്നെയാണ് ഇന്ത്യൻ നിലപാട്. ആ നിലപാട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് നമ്മൾ കൃത്യമായി തന്നെ എടുത്തതാണ്. ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. കാരണം പാകിസ്ഥാനെ ഒരു കാലത്തും വിശ്വസിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ അവർ ഇതിൽ നിന്നൊക്കെ പിന്മാറി എന്ന് പറഞ്ഞാലും അവിടെ ഭീകരവാദം വീണ്ടും പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സാധാരണക്കാരായിട്ടുള്ള കർഷകരായിട്ടുള്ള ജനങ്ങളൊക്കെ തന്നെ അവിടെ പട്ടിണി കിടന്നാലും വെള്ളം കുടിക്കാനില്ലാതെ കിടന്ന് നിലവിളിച്ചാലും അതൊന്നും തന്നെ പാകിസ്ഥാനെ ഒരു പ്രശ്നമേ ഇല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ എപ്പോഴും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഭീഷണിക്കൊന്നും ഇന്ത്യ വഴങ്ങില്ല, അത് മറ്റൊരു കാര്യം. ഇന്ത്യയെ നിരന്തരം ഇത്തരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞ് പ്രകോപിപ്പിക്കുക, ഭീകരവാദത്തിനായിട്ട് കോടികൾ ഒഴുക്കുക, ഇതൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നിലപാട് അതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലാത്തത്. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകേണ്ട കാര്യമില്ല എന്നുള്ളത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചാബിലെ 5000 ഹെക്ടറോളം കാർഷിക മേഖലയ്ക്ക് ഇത് ഗുണം ചെയ്യും. 55.5 മീറ്റർ ഉയരമുള്ള ഈ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന്
3,394.49 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നത്. പഞ്ചാബിലെ 5000 ഹെക്ടറിലും ജമ്മു കാശ്മീരിലെ 32,173 ഹെക്ടറിലധികം സ്ഥലത്തും ഈ പദ്ധതിയിലൂടെ ജലം എത്തിക്കാനാവും. വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്ന് വ്യക്തമാക്കി നേരത്തെ സിന്ധു നദീജല വിതരണ കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയതും പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ത്യ ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ വമ്പൻ ജലവൈദ്യുതി പദ്ധതി ആവിഷ്കരിച്ചതും പാകിസ്ഥാന് കൂടുതൽ ആഘാതവുമായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ തീരുമാനം. നേരത്തെ രവി നദിയിൽ നിന്ന് ഇന്ത്യയുടെ ആവശ്യം കഴിഞ്ഞുള്ള അധിക ജലം പാകിസ്ഥാനിലേക്ക് ഒഴുക്കിയിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെ മുന്തിയ പങ്കും കൃഷിയെ ആശ്രയിക്കുന്ന പാകിസ്ഥാനെ ഇത് വലിയ ആശ്വാസവുമായിരുന്നു. 1960-ൽ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാർ പ്രകാരമായിരുന്നു സത്ലജ്, രവി തുടങ്ങിയ കിഴക്കൻ നദികളിലെ, അതായത് ഈസ്റ്റേൺ റിവേഴ്സിലെ വെള്ളം പൂർണ്ണമായി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിയും. വെസ്റ്റേൺ നദികളായ സിന്ധു, ചെനാബ്, ജലം എന്നിവയിലെ വെള്ളത്തിന് ഇതേ അധികാരം പാകിസ്ഥാനുമുണ്ട്. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കരാറിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഭീകരർക്ക് സർവ്വ പിന്തുണയും നൽകുകയെന്ന നിലപാടിൽ നിന്ന് പാകിസ്ഥാൻ പൂർണ്ണമായും പിന്തിരിയും വരെ ഇനി ഒരു ബന്ധവും ഉണ്ടാകില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ചെനാബ് നദിയിലെ ജലവൈദ്യുതി പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകണമെന്നും ഇതിനിടെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ തള്ളിയെന്നാണ് വിവരം. പാകിസ്ഥാന്റെ GDPയുടെ 25% പങ്കുവഹിക്കുന്നതും കാർഷിക മേഖലയാണ്. പാകിസ്ഥാൻ കാർഷിക മേഖലയ്ക്കുള്ള 80% ജലവും എത്തിയിരുന്നതാകട്ടെ സിന്ധു നദിയിൽ നിന്നും. ഇന്ത്യ പാകിസ്ഥാനെ വെള്ളത്തിൽ നൽകിയ ഷോക്കിന്റെ ശക്തി ഇതിൽ നിന്നും വ്യക്തമാണ്. ചെനാബ്, രവി നദികളിലെ വെള്ളവും കൂടി ലഭിക്കാതാവുന്നത് പാകിസ്ഥാന് വൻ തിരിച്ചടിയാകും. ഇന്ത്യയുടെ നിബന്ധനകൾക്ക് വഴങ്ങേണ്ട സ്ഥിതിയിലേക്ക് പാകിസ്ഥാൻ എത്തിയേക്കും. ചെനാബ് നദിയിലെ ജലവൈദ്യുതി പദ്ധതികളും ജലം നദിയിലെ വുളൂർ ബാരേജ് നിർമ്മാണവും ഇന്ത്യ അതിവേഗത്തിലാക്കിയിട്ടുണ്ട്. ഏതായാലും ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ പാകിസ്ഥാന് നൽകുന്നത്. വെള്ളത്തിന് മേലുള്ള ആയുധവൽക്കരണം എന്നാണ് പാകിസ്ഥാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇന്ത്യയുടെ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നാണെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. സർക്കാർ ചോരയും വെള്ളവും ഒരേ സമയം ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന പ്രധാനമന്ത്രിയുടെ നയം കൃത്യമായി നടപ്പിലാക്കുകയാണ് ഡൽഹി. അതേസമയം തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ മറ്റൊരു വെളിപ്പെടുത്തൽ. പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കിടെ ഇന്ത്യ കിരാന ഹിൽസ് ആണവ സംഭരണശാലയിലും മിസൈൽ ആക്രമണം നടത്തിയിരുന്നുവെന്നും നിർണായക വെളിപ്പെടുത്തൽ. അന്താരാഷ്ട്ര വ്യോമയാന വിദഗ്ധൻ ടോം കൂപ്പറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിനിടെയാണ് ഈ ആക്രമണം നടന്നതെന്നും ഇതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്നും അദ്ദേഹം ഒരു NDTVക്ക് നൽകിയ അഭിമുഖത്തിലാണ് അവകാശപ്പെടുന്നത്. ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാന് നൽകിയ ശക്തമായൊരു സന്ദേശമായിരുന്നുവെന്ന് കൂപ്പർ നിരീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് എവിടെയും എപ്പോഴും ആക്രമിക്കാൻ സാധിക്കുമെന്ന് ഇത്തരം പ്രകോപനങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് ഇന്ത്യ ഇതിലൂടെ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. 88 മണിക്കൂർ നീണ്ടുനിന്ന യുദ്ധത്തിനിടയിൽ 2025 മെയ് 10-നായിരുന്നു ഈ നിർണായക ആക്രമണം നടന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ആക്രമണത്തെ സാധൂകരിക്കുന്ന ഒന്നിലധികം തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും കൂപ്പർ അവകാശപ്പെട്ടു. മിസൈലുകൾ മലനിരകളിൽ പതിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പാകിസ്ഥാൻ വ്യോമസേനയുടെ 4091 സ്ക്വാഡ്രന്റെ റഡാർ സ്റ്റേഷനിൽ നിന്ന് പുക ഉയരുന്നതും ഇതിന് തെളിവായി അദ്ദേഹം ഉയർത്തിക്കാട്ടി. ഇന്ത്യൻ വ്യോമസേന ആദ്യം പാകിസ്ഥാന്റെ റഡാർ സ്റ്റേഷനുകൾ തകർത്ത് അവരുടെ പ്രത്യാക്രമണ ശേഷി ഇല്ലാതാക്കിയെന്നും അതിനുശേഷം ഭൂഗർഭ സംഭരണശാലയുടെ 2 കവാടങ്ങളിൽ ആക്രമണം നടത്തിയെന്നും അദ്ദേഹം വിശദീകരിച്ചു. പാകിസ്ഥാന്റെ ആണവ പദ്ധതികളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായാണ് കിരാന ഹിൽസും അറിയപ്പെടുന്നത്. ഏതായാലും കൃത്യമായിട്ടുള്ള തിരിച്ചടി പാകിസ്ഥാന് ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ അത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 31 കഴിയുന്നതോടെ പാകിസ്ഥാൻ വറ്റി വരളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.